നമസ്കാരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി.കെ. നായർ 10 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സഹായിയായി പ്രവർത്തിച്ചത് കാരണം പല അവസരങ്ങളിൽ പല സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെയും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയും കുറിച്ചൊക്കെ ഒരളവ് വരെ അറിയാം. പല കാര്യങ്ങളും ഈ അവസരത്തിൽ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വൈകാരികമായ അനുഭവമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് നടത്തിയ സംഭാവനകൾ, അദ്ദേഹം കൊണ്ടുവന്ന സാമ്പത്തിക നയപരിഷ്കാരങ്ങൾ, അതൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മൻമോഹൻ സിംഗിൻ്റെ വേർപാടിൽ വൈകാരികമായാണ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി.കെ. നായർ അനുസ്മരിച്ചത്. ഒരു പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ധനമന്ത്രിയായും പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായും UGC ചെയർമാനായും പല നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സൗത്ത് കമ്മീഷണറിൽ ജൂലിയസ് നൈറയുമായി അദ്ദേഹം ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും മഹത്തായ പരിചയസമ്പത്തും അറിവും അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു. അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും അതിൻ്റെ പ്രതിഫലനം എപ്പോഴും ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് എന്ന വ്യക്തി നമുക്ക് വിശ്വസിക്കാനാകാത്ത രീതിയിൽ വിനയാനിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയശീലം, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള ബഹുമാന പെരുമാറ്റം. ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഔദ്യോഗികമായിട്ട് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്ത് എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അന്ന് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള പെരുമാറ്റമായിരുന്നു എനിക്ക് ഏറ്റവും വലുതായി തോന്നിയ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നനായ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിലും പ്രതിഫലിച്ചു. സിദ്ധാന്തങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന തല, എന്നാൽ കാലുകൾ ഭൂമിയിൽ തന്നെ. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽ കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന മൻമോഹൻ സിംഗിനെ പറ്റി അധ്യാപികയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ജോവൻ റോബിൻസൺ ഫയലിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: 45 വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകിയ ചടങ്ങിലാണ് ജോവൻ റോബിൻസന്റെ വിലയിരുത്തൽ പരസ്യമാക്കിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ജനക്ഷേമത്തിലൂന്നിയ ഭരണത്തിനാണ് മുൻതൂക്കം നൽകിയത്. ആദ്യ UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ ഗ്രാമീണ മേഖലയിൽ ക്ഷേമം ഉറപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി. രണ്ടാം ഘട്ട സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്കും തുടക്കമിട്ടു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്പെക്ട്രം, കൽക്കരി പാടങ്ങൾ എന്നിവയുടെ സ്വകാര്യവൽക്കരണമായിരുന്നു ഇതിൽ പ്രധാനം. ഇതാകട്ടെ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ വിവാദമായി. ആണവ കരാറിലെ രാഷ്ട്രീയ ധൈര്യം, തൊഴിലുറപ്പടക്കം, ക്ഷേമ പദ്ധതികൾ, സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റം, കൂട്ടുകക്ഷി ഭരണത്തെ മികവോടെ നയിക്കൽ എന്നീ ഘടകങ്ങൾ മൻമോഹൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും വൻ വിജയമാണ് തെരഞ്ഞെടുപ്പിൽ നേടിക്കൊടുത്തത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രം കോൺഗ്രസ് പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങായിരുന്നു. കോൺഗ്രസ് ജയിച്ചാൽ ആരാണ് പ്രധാനമന്ത്രിയെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സോണിയാഗാന്ധി പ്രകടന പത്രിക എടുത്തുയർത്തി. അതിൻ്റെ മുഖചിത്രം സോണിയയും മൻമോഹനുമായിരുന്നു. അവർ തൻ്റെ ചിത്രം കൈകൊണ്ട് മറച്ച ശേഷം മൻമോഹൻ്റെ മുഖം മാത്രം ഉയർത്തിക്കാട്ടി. സോണിയയെ മൻമോഹൻ നിരാശപ്പെടുത്തിയില്ല. UPA കേവല ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തി. ഇടതു കക്ഷികൾക്കും പഴയ അംഗസംഖ്യ നഷ്ടമായി. ഇടതുകക്ഷികൾ UPAയ്ക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ 2011 ബംഗാളിൽ ഭരണം നഷ്ടമാകില്ലായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട്. 14 പേരാണ് പ്രധാനമന്ത്രി കസേരയിലിരുന്നത്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു 10 വർഷം രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ പിന്നീട് മൻമോഹനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. എന്നാൽ 2009 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UPA അധികാരം നിലനിർത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രാജാവ് എന്നാണ്.